കേരളത്തിന്റെ നിയമനിർമ്മാണ സഭ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പുസ്തകശാലയാണ്. ചെറുതും വലുതുമായ നിരവധി പ്രസാധകരുടെ സ്റ്റാളുകൾ നമ്മൾക്കിവിടെ കാണാം. തപാൽ മാർഗം പുസ്തകം വാങ്ങി വായിക്കരുത് എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രിന്റഡ് ബുക്ക് പോസ്റ്റ് നിർത്തലാക്കിയിരിക്കുകയാണ്. അതിലുള്ള ചെറുകിട പ്രസാധകരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് ഇവിടെ നിന്നും കേൾക്കാം. ഞാൻ 1986 ഉണ്മ മിനി മാസിക ആലപ്പുഴ ജില്ലയിലെ നൂറനാട്ടിൽ നിന്നും ആരംഭിക്കുന്നത് 1986 ജനുവരിയിലാണ്. അന്ന് ഈ മാസിക കേരളത്തിലെ ഉണ്മ പോലെ ഒട്ടനവധി ലിറ്റിൽ മാഗസിനുകൾ ജനങ്ങളിലേക്ക് എത്തിയിരുന്നത് എന്ന് പറയുന്നത് തപാൽ വഴിയാണ്. ആ തപാൽ കൺസെഷൻ അന്ന് നമുക്ക് 5 പൈസയായിരുന്നു ഇന്ത്യ മുഴുക്കയും ആ മാസിക എത്താൻ. ഉണ്മ ഉൾപ്പെടെയുള്ള ലിറ്റിൽ മാഗസിനുകൾ ഇന്ത്യയിലെ മലയാളികൾക്കിടയിൽ അത് അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ ലിറ്റിൽ മാഗസിനുകളെല്ലാം ജനങ്ങളിൽ നല്ല വായനക്കാരിൽ എത്തിക്കാൻ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൺസെഷനോടുകൂടി 5 പൈസ സ്റ്റാമ്പായിരുന്നു. പിന്നെ കാലാന്തരത്തിൽ അത് 25 പൈസ തപാൽ ചാർജായി. ഇപ്പോൾ അതിനെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ അക്ഷരപ്രവർത്തനങ്ങൾ ഇതൊന്നും ഒരു ബിസിനസ്സിൻ്റെ ഭാഗമല്ല. യഥാർത്ഥത്തിൽ പുസ്തക പ്രസാധനവും പുസ്തക വിൽപ്പനയും അല്ലെങ്കിൽ പുസ്തക വിതരണം എന്ന് പറയുന്നത് നമുക്കും ഒരു ലക്ഷ്യമുണ്ട്. ജനങ്ങളിലേക്ക് പുസ്തകം എത്തിക്കുകയും അവരെ സാംസ്കാരികപരമായിട്ടും വായനാപരമായിട്ടും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരാൾ പുസ്തകം ആവശ്യപ്പെടുമ്പോൾ, മാസിക ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ തരത്തിൽ ഇന്ത്യയിൽ എവിടെയും എത്തിക്കാനുള്ള സംവിധാനം തപാൽ വകുപ്പായിരുന്നു. ഈ തപാൽ കൺസെഷൻ ഏർപ്പെടുത്തിയതാരാ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രഥമ പ്രസിഡൻ്റാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ. അപ്പോൾ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ജനങ്ങളിൽ എത്തണം, അവർ വായിക്കണം, ചിന്തിക്കണം, പ്രബുദ്ധരാവണം എന്ന വലിയ കാഴ്ചപ്പാടിൽ നിന്ന് നെഹ്റു ഗവൺമെൻറ് അത് ഏർപ്പെടുത്തിയിരുന്ന തപാൽ കൺസെഷൻ ഇന്നിപ്പോൾ അത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അക്ഷരസ്നേഹികളോടും എഴുത്തുകാരോടും സാംസ്കാരിക പ്രവർത്തകരോടും പുസ്തക പ്രസാധകരോടും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്ന ചെറിയതും വലുതുമായ ആനുകാലിക പ്രസിദ്ധീകരണം നടത്തുന്നവരോടുമൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, വലിയ പ്രതിഷേധാർഹമാണ്. കാരണം ഇത് തപാൽ വകുപ്പ് അല്ലാതെ വേറൊരു സംവിധാനം നമുക്കില്ല. അതിന് ബദൽ സംവിധാനം എന്ന് പറയാൻ പറ്റത്തില്ല. കൊറിയർ സർവീസ് എന്ന് പറയുന്നത്, കൊറിയർ സർവീസ് അത് വലിയ ഭീകരമായ അപകടമാണ് അത് നമുക്ക് വരുത്തി വയ്ക്കുന്നത്. കൊറിയർ സർവീസിൽ നമുക്ക് എളുപ്പം സാധനം എത്തിക്കാൻ പറ്റും, പുസ്തകം എത്തിക്കാൻ പറ്റും, പക്ഷേ വലിയ തുക അതിന് കൊടുക്കണം. ഇപ്പം നിലവിൽ ഈ കഴിഞ്ഞ മാസം കേന്ദ്ര ഗവൺമെൻറ് പ്രസിദ്ധീകരണങ്ങൾ അയക്കാനുള്ള കൺസെഷൻ അവസാനിപ്പിച്ചു. ബുക്ക് പോസ്റ്റ് സംവിധാനം അവസാനിപ്പിച്ചു. അത് വലിയ തുക കൊടുത്തേ ഒരു ചെറിയ പുസ്തകം ഒരു വായനക്കാരിൽ എത്തിക്കാൻ പറ്റുള്ളൂ. വളരെ ചെറിയ വിലയുള്ള 100 രൂപ വിലയുള്ള ഒരു പുസ്തകം ഒരു വായനക്കാരൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ആ 100 രൂപയ്ക്കുള്ള ഇരട്ടി പണം നമ്മൾ തപാൽ ചെലവ് കൊടുത്തിട്ടേ നമുക്ക് ആ വായനക്കാരിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് സംസ്കാരമാണ്? എന്ത് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണിത്? ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ പറയാനുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ഗവൺമെൻറ്റിനോടോ പൊളിറ്റിക്സിനോടോ ഉള്ള വിരോധമൊന്നും നമുക്കില്ല. പക്ഷേ ഞാൻ നൂറനാൾ മോഹൻ എന്ന് പറയുന്ന ഞാൻ, ഉണ്മ മോഹൻ എന്ന് പറയുന്ന ഞാൻ ജീവിതകാലം മുഴുവൻ അക്ഷരപ്രവർത്തനങ്ങളിലൂടെ അക്ഷര വഴിയിൽ സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ആ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്, വലിയ പ്രതിഷേധമുണ്ട്. അല്ലെങ്കിൽ എന്നെപ്പോലെ പ്രതിഷേധിക്കുന്ന അനവധിയായ എഴുത്തുകാരുണ്ട്, പ്രസാധകരുണ്ട്, പത്രാധിപന്മാരുണ്ട്, വായനക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്. ഇവരിലെ ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടാൻ നല്ല ഒരു മാധ്യമമായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് തപാൽ വകുപ്പ്. അത് ആ കൺസെഷൻസ് എല്ലാം റദ്ദാക്കി അവസാനിപ്പിച്ചു. ഇനി ജനങ്ങൾ വായിക്കണ്ട എന്ന് പറയുന്ന സംസ്കാരത്തിനോട് നമ്മളെങ്ങനെ യോജിക്കാൻ പറ്റും? ഏത് തരത്തിൽ നമുക്കിവിടെ സംസ്കാരം ഉണ്ടാവും? എല്ലാവരും നിരക്ഷര കുക്ഷികളായി ജീവിച്ചാൽ മതിയോ? ഇന്ത്യയിലെ ജനങ്ങൾ നിരക്ഷര കുക്ഷികളാകുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൺസെഷൻ അവസാനിപ്പിച്ച ഈ പ്രക്രിയ, ഈ നടപടി എത്രയും വേഗം ഇന്ത്യ ഗവൺമെൻറ് അത് പിൻവലിച്ച് വായനക്കാരെയും എഴുത്തുകാരെയും പുസ്തക പ്രസാധകരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരണം. ജവഹർലാൽ നെഹ്റു സ്വപ്നം കണ്ടിരുന്ന, ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം അദ്ദേഹം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായിരുന്നു, അക്ഷരത്തെ സ്നേഹിച്ച ഒരാളായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ഏർപ്പെടുത്തിയ ഈ കൺസെഷൻ കാലങ്ങളോ ഒരുപാട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതെന്തുകൊണ്ട് അവസാനിപ്പിച്ചു? അതുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കാനുള്ള, ജനങ്ങൾക്ക് പറയാനുള്ള, ജനങ്ങൾക്ക് അറിയാനുള്ള
സ്വാതന്ത്ര്യം അവസാനിപ്പിക്കരുത്, അതിന് തടയിടാൻ പാടില്ല. അതിനെപ്പറ്റിയെന്ന് വെച്ചാൽ ഇത് എങ്ങനെയും കമ്മ്യൂണിക്കേഷൻ തകർക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മളെ വിഭജിക്കാൻ പറ്റുക? അതിനാദ്യം നമ്മൾ തമ്മിലുള്ള സംഭാഷണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ കാണുന്നത് ഈ പറഞ്ഞൊരു ബുക്ക് പോസ്റ്റിൻ്റെ പൈസ കൂട്ടുമോ അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയയൊക്കെ ഉണ്ടായിരുന്ന സൗജന്യം കളയുക, അതുമാത്രമല്ല, അതൊക്കെ ഒരു തുടക്കം മാത്രമെന്ന് ഞാൻ പറഞ്ഞത്. അത് എല്ലാ വശം അടച്ചടച്ച് വഴി അടച്ച് നമുക്ക് ഇടയിലൊരു മതിൽ കെട്ടാനാണ് ഫാസിസം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ തീർന്നാൽ പിന്നെ നമ്മളെ കീഴ്പ്പെടുത്താൻ എളുപ്പമുണ്ട്. അപ്പം അതുകൊണ്ടാണല്ലോ ഈ മണിപ്പൂരടക്കമുള്ള കലാപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായത് എന്താ, ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുകയാണ്. കാരണം നടക്കുന്ന സംഭവം വേറെ ആൾ അറിയരുത്. അറിഞ്ഞാൽ സംഘബലം ഉണ്ടാവും, അറിയാതിരുന്നാൽ സംഘബലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനയെ അടയ്ക്കുക എന്നൊരു ലക്ഷ്യം ഈ ബുക്ക് പോസ്റ്റിൻ്റെയൊക്കെ പുറകിലുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അകറ്റുകൾ. ബുക്ക് പോസ്റ്റ് നിർത്തലാക്കിയപ്പോൾ 2 രീതിയിലാണ് അതിൻ്റെ പ്രതിഷേധം ഉയർന്നു വരുന്നത്. അതൊന്ന്, അവിടുത്തെ റെയിൽവേയിലെ ജീവനക്കാരുടെ അംഗസംഖ്യ കുറയുകയാണ്. അതിൻ്റെ പോരാട്ടം നേരത്തെ ആരംഭിച്ചു അവർ. അതിനെതിരായിട്ട് തൃശ്ശൂരിലാണ് ആദ്യമായിട്ടൊരു പ്രതിഷേധം, അഗ്നിജ്വാല എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു. ഞാനാണ് അത്, കെ സുരേന്ദ്രനാണ് അഗ്നിജ്വാല ഉയർത്തിയത്, അത് ഏറ്റുവാങ്ങിയത് ഞാനാണ്. അത്തരത്തിലുള്ളൊരു പോരാട്ടം. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ ഒരു തീവ്രത എന്തിനു വേണ്ടിയാണത്, എന്തൊക്കെ രീതിയിലാണ് സാക്ഷര കേരളത്തെ ബാധിക്കുമത്? കാരണം പുസ്തകങ്ങളൊക്കെ കുറഞ്ഞ പോസ്റ്റൽ ചാർജിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് കടന്നുകൊണ്ട് പിന്നെ അതിൻ്റെ തുകയൊക്കെ, സ്റ്റാമ്പിൻ്റെ തുകയൊക്കെ വളരെ കൂട്ടിയപ്പോൾ സാധാരണക്കാർക്ക് പോസ്റ്റൽ വഴി അത് വായിക്കാനുള്ള സാഹചര്യമാണ് നിഷേധിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സാംസ്കാരിക സംഘടനകൾ, ലൈബ്രറി പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് നയിക്കേണ്ടത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. തൃശ്ശൂരിൽ ലൈബ്രറികളുടെ നേതൃത്വത്തിലാണ്, പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നത്. അത് കെട്ടടങ്ങിയിട്ടില്ല, എന്നാൽ ആളിക്കത്തിയിട്ടുമില്ല. വായനയെ ഭയക്കുന്ന അക്ഷരവിരോധികളായ ഭരണകൂടത്തിന് മുന്നിൽ അക്ഷരങ്ങളെ ആയുധമാക്കി ഇവർ പോരാടുക തന്നെ ചെയ്യും. ക്യാമറമാൻ പ്രകാശിനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.